അങ്ങനെ കഥ ഇന്ന് വരെ കണ്ടു. ഇതേപോലൊരു ഊമ്പിയ പടം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ബുള്ളറ്റ് ഓടിച്ച് വന്ന് പടം കാണാൻ വന്നതാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിഷ്ണു മോഹൻ. ഒരു 3 ഡിഫറെൻറ്റ് സ്റ്റോറി നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണിത്. ബിജു മേനോൻ ഈ സ്ക്രിപ്റ്റിന് എങ്ങനെ യെസ് പറയുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരാരും സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. ഈ പടം കണ്ടതിന് ശേഷം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അഥവാ വിഷ്ണു മോഹൻ ഇങ്ങനെ ഒരു പടം എഴുതി സംവിധാനം ചെയ്യാമെങ്കിൽ എന്തായാലും നമ്മളെപ്പോലുള്ള റൈറ്റേഴ്സിന് നല്ല ഭാവിയുണ്ട് മലയാളം ഇൻഡസ്ട്രിക്കകത്ത്. ഒരു ലോഡ് കാസ്റ്റ് ഉണ്ട് ഈ പടത്തിനകത്ത്. ബിജു മേനോൻ, അനുശ്രീ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ. എന്തിനാണ് ഇവരൊക്കെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിഖില വിമലിനെ കണ്ടോണ്ടെങ്കിലും ഇരിക്കാന്ന് വിചാരിച്ചു. 4 സ്റ്റോറി നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവസാനം ക്ലൈമാക്സിൽ ഈ 4 സ്റ്റോറിയുടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ബിജു മേനോന്റെ 3 കാലഘട്ടങ്ങളാണ് കാണിക്കുന്നത്. എന്തോ പ്രേമം സിനിമയോ. മ്യൂസിക് ഒരു സൈഡ് പോകുന്നു, ഡയലോഗ് ഒരു സൈഡ് പോകുന്നു. അട്ടർ നോൺസെൻസ് പടമാണ്, അട്ടർ നോൺസെൻസ് സ്ക്രിപ്റ്റ് ആണ്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും വേസ്റ്റ്. ഞാൻ ഈ പടത്തിന് 5-1 അര പോലും കൊടുക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. ദയവ് ചെയ്ത് പൈസ കളയല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റിവ്യൂ ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഉണ്ണി വ്ളോഗിന്റെ അവസ്ഥ കണ്ടില്ലേ? ത്രെറ്റനിങ് കോളുകളാണ് വരുന്നത്. തിയേറ്ററിൽ ഞാൻ ഒരാൾ മാത്രമായിരുന്നു ഈ പടം കാണാനുള്ളത്. ആർക്കും താല്പര്യമില്ല. ബിജു മേനോനെ നിഖിലെ ഓർത്ത് മാത്രം പോയി കണ്ട പടമാണ്. ബിജു മേനോനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് കുറ്റം പറയാനുണ്ട്. ഇങ്ങനത്തെ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ നടന്മാർക്കും നടിമാർക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കുക. ബിജു മേനോന്റെ 3 കാലഘട്ടം കാണിക്കുന്നതിൽ എല്ലാം ട്രാജഡിയാണ്. നമ്മൾ ഈ മലയാളി ഓഡിയൻസിന് ലവ് ജിഹാദ്, ഈ ജാതി റിലേറ്റഡ് ആയിട്ടുള്ള ഈ കോൺസെപ്റ്റിലൊന്നും വലിയ ഡൈജസ്റ്റ് ആവത്തില്ല. എന്തുകൊണ്ടേ ഇത്. അപ്പൊ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.